എപ്പോഴും പറയാറില്ലേ എന്നെ ടർപ്പോളെ പറഞ്ഞുകൊണ്ടാകുന്ന കാര്യവും ഈ അപ്പുണ്ണിയുടെ കയറുന്ന രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ അതിന്റെ ഒക്കെ കണക്ക് പറയാറില്ലേ? അതിനൊക്കെ ഉള്ളൊരു പ്രതിപകാരമായിട്ട് കണ്ടാ മതി. ആളെ കളിയാക്കല നിങ്ങളുടെ പ്രതിപകാരം ആണോ? അമ്മാവൻ പുറത്തു പോയിക്കേ. അമ്മാവൻ പോയിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേറെ പുതിയ ഷർട്ട് ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് വാ. ഞാൻ ഒരു സ്പ്രേയും അടിക്കണില്ല. ഇവിടെ ഇറങ്ങി പോയ ഇവിടുന്ന്. എന്റെ അത്തറും ഊതും ഉണ്ട്, എടുക്കട്ടെ? ഇനി നിന്ന് ഊതാണ്ട് പോവന്റെ സൂര്യത്താ നിങ്ങള്. ഇറങ്ങി ഇപ്പൊ എന്താ അറിയോ, നമ്മളൊക്കെ ഇവിടുന്ന് പുറത്താക്കിട്ടേ സാറാ മേഡത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ. ഓരോ പണികൾ കാണിച്ചു വെച്ചേക്കണത്. ഒരു കഷ്ടം ആലോചിച്ച് നോക്കിയേ. ഇതാരും നിങ്ങളോട് ഈ പണി പറഞ്ഞേ? ഇറങ്ങി അവിടുത്തെ. കിഴക്കു പൂക്കും മുരിക്കിടുന്നൊരു ചൊകചൊകപ്പാട്, പുതുക്ക പെണ്ണിൻ കവിളിൽ എന്തൊരു ചുടുചുടുപ്പാട്. ദേഷ്യം പിടിച്ചിട്ട് ഓടിക്കോ. ഒരു കഷ്ടം നോക്കിയ ദൈവമേ. വന്നതും പോയതൊക്കെ ഒരേ കണക്ക്. എവിടെ ഇനിയിപ്പൊ കിടക്കുക? ருக்கு என்ன நான் சொல்றது நீ வந்து கேளு. நீ சொல்றது எனக்கு ஒண்ணும் கேட்க வேண்டாம். நீ ஏதாவது பேசுன முறுக்கொடைக்கிற மாதிரி உன் மண்டையை உடைச்சிருவேன். அப்படி ஒன்னும் செய்யல. உனக்கு ஏதாவது சொல்றதுக்கு இருந்ததுன்னா உன் புருஷன் கிட்ட போய் சொல்லு. அதான் அந்த லூஸ் மொட்டத்தாலே இருக்கிறானே அந்த நாய், அவன்கிட்ட போய் சொல்லு. என்கிட்ட ஒண்ணு நீ சொல்ல வேண்டாம். അയ്യോ മാമ ഇപ്പൊ വന്നാ നന്നായി. ദേ ഇവളിപ്പോ മാമനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം, എനിക്ക് 100 ആയുസാണ്. അതെ, നിങ്ങളൊക്കെ നല്ല പാർട്ടി ആട്ടാ. ഒരു കല്യാണം നടന്ന വീടല്ലേ, ഒരു പെങ്കൊച്ച് ആദ്യമായിട്ട് വന്നേ കയറിയേക്കുന്നു. അതിന് പോയിന്ന് കണ്ട് സംസാരിച്ച എന്താ നിങ്ങളുടെ കയ്യിലെ വള ഊരി പോകുമോ? ഞാനിപ്പോ സാറാമനെ പോയി പരിചയപ്പെടട്ടെ. എനിക്ക് അവരെ അറിയില്ല നേരത്തെ. ഇത് അപ്പോഴത്തെ പോലെ അല്ലല്ല. പിന്നെ ഇതിപ്പോ മിസ്സിസ് സാറാമ്മ പങ്കജാക്ഷൻ നമ്മുടെ കുടുംബാംഗ ബന്ധുവായേക്കാണ്. അപ്പടിയൊന്നും சொல்லாதே. ഞാൻ ഇനി രുക്മിണിയോട് എന്നാ സമാധാനം പറയും? നീ രുക്മിണിയോട് ഒന്നും പറയണ്ട, അവിടെ ഞാൻ കാര്യം പറഞ്ഞോളാം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. റുക്കു പേസാതടാ പൊറുക്കി നായ. റുക്കു, മൂത്തവരോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ കൂട്ട എപ്പടി പേസணும்? എപ്പടി പേസണടാ? ഇതെല്ലാം ഉന്നോட പ്ലാനിങ് தானே? உன்னோட பிளானிங் தானே இது? പ്ലാനിങ്? എന്നാ പ്ലാനിങ്? அந்த பங்கியோட சாரோட கல்யாணம் ஆகணும் நீ தானே பிளான் போட்ட. இப்போ உனக்கு சந்தோஷமாச்சா? എന്റെ പൊന്നു റുക്കു, ഞാൻ പ്ലാൻ ചെയ്ത മുഴുവനും പങ്കിയമ്മാവിനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ വേണ്ടിയാ. അതിനുവേണ്ടി സകല നാർത്തരവും ഞാൻ ചെയ്ത് പങ്കിയമ്മാവിന്റെ തല്ലും കൊണ്ട് നിന്റെ വായന്ത ഇപ്പൊ ചീത്തം കേട്ട്. നിന്റെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യണ മുകളിലിരിക്കുന്ന ഒരാളല്ലേ. നിന്റെ അപ്പാടെ അപ്പ, കടവുള്ള ദൈവം. ഉന്നോட ഫിലോസഫിയാണ് എനിക്ക് കേൾക്ക വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും ബാഗ് നേരത്തെ പാക്ക് ചെയ്ത് വെച്ചാൽ നന്നായി. ഇല്ലെങ്കിൽ ഈ ടെൻഷന്റെ പുറത്ത് പലതും മറന്നു പോയാ. നല്ല വറുത് എറുമ മുണ്ടോ പനീന് സ്വർണ്ണ കേട്ടവനെ. സ്വർണം കേട്ടത് ഇവിടെ അങ്ങനെ ഇറങ്ങി போயா பைத்தியக்கார. நானே நீங்க கூப்பிட்டப்ப ஓடி வந்தது எனக்கு அங்க தமிழ்நாட்டுல வேற நல்ல பையன் கிடைக்காததுனால இல்ல, புரிஞ்சுதா? நீ தானடி சொன்ன அந்த பங்கிய கல்யாணம் பண்ண நல்ல சொத்து கிடைக்கும், பொருள் கிடைக்கும், மகாராணி மாதிரி வாழலான்னு. அப்படியே சொன்னாரு. இப்ப நீ ஒரு காரியம் செய். இந்த வாசிக்கு நேர தமிழ்நாட்டு சென்று அவட ஒரு தமிழ் பையனை காதலிச்சு கல்யாணம் பண்ணுங்க. நான் கல்யாணம் பண்ணதாண்டி போறேன், நீ பாரு. ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ പങ്കിയമ്മാവൻ ഇവക്ക് അങ്ങനെ ചേരില്ലല്ലേ. ഒന്നാമത്തെ പൊക്കോ ഇല്ല, കളറും ഇല്ല, മീശയില്ല, ഭയങ്കര പ്രായ കൂടുതൽ. ഈ അടുത്ത് വന്നു കഴിഞ്ഞില്ല ഒരുമാതിരി കുഴമ്പിന്റെ മണമാണ്. ആ കണ്ണട ഒരു കഴിഞ്ഞ് തെക്കോട്ട് പോയാൽ വടക്കോട്ട് പോവാള്. നിനക്ക് ഒരിക്കലും ചേരൂലെന്നേ. എന്റെ കൊച്ചെ സ്വത്തും പണവും മാത്രം മതിയാ, ജീവിതത്തിൽ ഒരു സന്തോഷമൊക്കെ വേണ്ടേ? നീ എങ്ങാനും പുള്ളിനെ കെട്ടിയായിരുന്നു കണ്ടില്ല, എല്ലാ ദിവസവും പുള്ളിനെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നേ. അവസാനം നീ പുള്ളിയുടെ ഹോം നേഴ്സ്. ശരിയാകൂരുന്നു ഇത്. ഉനക്ക് ഇത് മുന്നാടിയാ തോന്നില്ല? എനിക്ക് എന്നേ അറിയായിരുന്നു. അപ്പുറം നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഓർത്തിട്ട് ഞാൻ പൊട്ടിക്കാതിരുന്ന. ഇപ്പൊ ഞാൻ പൊട്ടിച്ചു. എളിച്ചത് ഇതാ എന്താ മലയാളത്തന്മാരെ നമ്പക്കൂടാതെന്ന് சொல்றது. നീയും മലയാളത്തൻ തന്നെ, ഉണ്ണയും നമ്പക്കൂടാതെ. നീ ചെറിയാണ് തിരുട്ടുമുണ്ടോ.
நாளைக்கு நான் இங்க இருந்து போயிருவேன். இந்த கேரளாவில இருந்து போனா திரும்பி வரவே மாட்டேனாണ്. അല്ല വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അല്ല ഒരു പങ്കിയമ്മാവൻ എന്തെങ്കിലും കാണിച്ചെന്നോർത്ത് മൊത്തത്തിൽ മലയാളികൾ അങ്ങനെ പറയുന്നത്. அப்படிதான் சொல்லுவேன். நாளைக்கு நான் இங்க இருந்து போனா அப்புறம் திரும்பி வரவே மாட்டேன் பாத்துக்கோ. അപ്പൊ നീ നാളെയാണോ പോണത്? ஆமா. എന്റെ ഈ ചാട്ടം കണ്ടപ്പോ ഞാനോർത്ത് ഇന്ന് പോകുന്നു. போயா எரும மாடு, நீ நல்லாவே இருக்க மாட்ட. எந்திரிச்சு போய் என் கண் முன்னாடி இருந்து. இல்லைன்னா மிளகா பொடி எடுத்து கடையில போட்டுருவேன். எரும மாடு. എന്റെ പൊന്നോ. என் மூஞ்சில சினிமா ஓடிட்டு இருக்குதா? அப்புறம் என்னடி, எந்திரிச்சு போடி வெளியில. போயிட்டே காரி. ഇതെന്തോ ആടോ ഇത്? ഇവിടെ എന്തോ സിനിമയുടെ വല്ല പാട്ട് സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ഇതാ പുണ്യം ഷായനയും സുലുത്തൊക്കെ കൂടി ചെയ്തു വെച്ച കോലമാണ്. താൻ പറയാതെ അവരത് ചെയ്യത്തില്ലല്ലോ. എന്താ ഈ പറയുന്നത്? ഞാൻ വേണ്ട രീതിയിൽ വഴക്കുണ്ടാക്കിട്ടപ്പോ ഇരിക്കണേ. ആടെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചേക്കുന്നു. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് പാല് കൂടെ വെക്കാൻ മേലായിരുന്നോ? അങ്ങനെയൊക്കെ വേണോ? പാല് വേണമെങ്കിൽ ആ പുണ്യനോട് പറയാം. വേണ്ടല്ലേ. മിസ്റ്റർ പങ്കജാക്ഷൻ, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചപ്പോ തന്നോട് കുറച്ച് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? എന്നിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതിപ്പോ ഞാൻ ചെയ്തതല്ലോ സാറാ മേഡം, അതിപ്പോ മാറ്റിക്കളയാവുന്നേ ഉള്ളൂ. അത് നമുക്ക് വേണ്ട വേണ്ട, എന്തായാലും അവർ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം ഒരുക്കിയതല്ലേ. ഇനിയിപ്പോ ഇത് വലിച്ചു കുറച്ച് കളഞ്ഞു വെച്ച് അവർക്കൊരു മനോവിഷമം വേണ്ട. വിട്ടേ. മിസ്റ്റർ പങ്കജാക്ഷൻ, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ സാറാ മേഡം. ഇനിയിപ്പോ നമുക്കിടയിൽ ഒരു ഔപചാരികതയുടെ കാര്യമൊന്നുമില്ലല്ലോ. മുമ്പ് നമ്മൾ പറഞ്ഞുറപ്പിച്ച അതേ കാര്യം തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. അതൊന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഈ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നാലേ ഭർത്താവിനെ കൺകണ്ട ദൈവമായിട്ട് തലയെ കയറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്നെ അതിന് കിട്ടത്തില്ല. അത് ഞാൻ സാറാ മേഡത്തിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ ഇതെല്ലാം അങ്ങ് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാലേ പിന്നെ ഒരു മനോവിഷമത്തിന്റെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ജോലിയും രാഷ്ട്രീയവും ജനങ്ങളുടെ കാര്യവും കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ എന്തും ഉള്ളൂ. അതും എനിക്കറിയാലോ. ഇനി മിസ്റ്റർ പങ്കജാക്ഷൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്? അതിപ്പോ സാറാ മേഡം പറഞ്ഞതുപോലുള്ള എത്ര വലിയ വിഷയമൊന്നല്ല, എന്നാലും പറയാണ്ട്. പറയൂ, നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഗണിക്കാം. അതായത് നമ്മളിപ്പോ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ വെറുതെ ആവശ്യമില്ലാതെ ഇപ്പൊ സാറാ മേഡം എന്നോട് മിസ്റ്റർ പങ്കജാക്ഷൻ, എടോ പങ്കജാക്ഷ എന്നൊക്കെയുള്ള ഒരു വിളി മാറ്റിയിട്ട് പങ്കുന്നോ പങ്കിന്നോ അങ്ങനെ എന്തെങ്കിലും ലളിതമായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിളിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിനൊരു കുറച്ചും കൂടി ഒരു സൗഹൃദം തോന്നും. പിന്നെ അതേപോലെ ഞാൻ തിരിച്ച് സാറാ മേഡത്തിനെ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സാറാ മേഡം എന്ന് പറഞ്ഞിങ്ങനെ പിന്നാലെ നടക്കാതെ സാറാമാന്നോ സാറേന്നോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വിളിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ എൻ്റെ ആവശ്യം. അത് പരിഗണിക്കാം. അപ്പൊ എന്നെ വിളിക്കുന്നത് പങ്കു. ആ ആയിക്കോട്ടെ. ഞാൻ തിരിച്ച് സാറാമ അങ്ങനെ കേട്ടോ. കുഴപ്പമില്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, എന്നാ കിടന്നാലോ? ഇതിനകത്ത് എങ്ങനെയാ കിടക്കുന്നേ? അല്ല, ഉള്ളവിടത്തെ എവിടെയെങ്കിലും കണ്ട് കിടക്കാം. അല്ലാതെ കിടക്കാനുള്ള സ്ഥലത്ത് പൂവും വിരിച്ചു. साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, और कर भी रहेगा 100 साल पहले. മാഡം പാട്ടൊക്കെ പാടുവോ? അതെനിക്ക് പാട്ട് പാടിക്കൊടുക്കും.
പാടാം, പക്ഷെ ഇതുവരെ മേഡം പാടി കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്താണ് ഒരു വെടുങ്ക് ചിരി? എന്താണ്? ഒന്നുമില്ല. വെറുതെ നിന്ന് ചിരിക്കാൻ നിന്റെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? അല്ല, മേഡം ഇന്ന് ജോഗിങ്ങിന് പോയില്ല അല്ലേ? ഓ, രാവിലെ എഴുന്നേറ്റപ്പോ ഒരു മടി, അതുകൊണ്ട് പോയില്ല. മടിയോ? സ്വാഭാവികം. എന്താടി? ഒന്നുമില്ലേ. എന്തായാലേ മേഡത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ക്ലൈമാക്സോ? ഓ, ഒന്നും അറിയാത്ത പോലെ. നിങ്ങളുടെ പ്രേമനാടകത്തിന്റെ പെണ്ണെ, രാവിലെ എന്റെ വായൊന്നും കേക്കരുത് കേട്ടോ. പ്രേമനാടകം പോലെ. എന്ത് പ്രേമനാടകം? പിന്നെ ഇത് പ്രേമനാടകം അല്ലാതെ പിന്നെ എന്തോന്നാ? ദേശീയ നേതാവ് ഈ വീട്ടിലേക്ക് വരുന്നു, ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു, പങ്ക്യാമനുമായിട്ട് കീരിയും പാമ്പും പോലാവുന്നു, ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്നു. അപ്പൊ അത് നാടകമല്ലായിരുന്നോ? അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കെട്ടിപ്പോയതാണ്. ഇതന്നെ അമ്പിളിക്ക് കല്യാണം കഴിച്ചപ്പോ ഞാനും പറഞ്ഞേ, അല്ല കല്യാണം കഴിച്ചില്ല, ഞങ്ങൾ ഒളിച്ചോടി വന്നപ്പോ ഞാനും പറഞ്ഞത് ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. എന്തായാലേ കൊള്ളാട്ടോ, കൊച്ചു ചുമരടി. അതെ, മേഡം ഇവിടുത്തെ ഒരാളാവുന്നു എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പണ്ടേ കുറച്ച് ബഹുമാനം കൂടുതൽ തന്നേ. അതെ, പുട്ടിഷ്ടാണോ? ഇന്നിവിടെ പുട്ടാ. നീ എന്തിനാ ചിരിക്കണേ? എനിക്ക് അറിഞ്ഞോട് എനിക്ക് ചിരി വരുക. അമ്മ രാവിലെ വന്ന് അടുക്കള കയറിയോ? ആരോടാ? അമ്മ എന്നോടാണോ? നിന്നോടല്ല എടി, എന്നോടാണ്. അടുക്കള കേറാൻ വേണ്ടി കേറിയൊന്നുമല്ല, അതുവഴി കൂടെ പോയപ്പോ ഇവിടെ നിൽക്കുന്ന കണ്ടോണ്ട് ഇങ്ങോട്ടൊന്ന് വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ വെറുതെ വന്ന് അടുക്കളയിലൊന്നും കയറാൻ പറ്റത്തില്ല. അടുക്കള കയറണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് വേണം വരാൻ. മേഡം ഞങ്ങളോടൊക്കെ പറഞ്ഞ അതേ ഡയലോഗ്. എനിക്ക് രാവിലെ കുളിക്കാനൊന്നും പറ്റത്തില്ല. അത് പറഞ്ഞാൽ പറ്റൂല. ഇവിടെ കയറണമെങ്കിൽ കുളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റത്തില്ലെന്നേ. അതെന്താ നിനക്ക് പറ്റാത്തത്? എനിക്ക് നീർക്കെട്ടിന്റെ പ്രശ്നമുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച തുമ്മും. അത് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇവിടുത്തെ അടുക്കള കയറണമെന്നുണ്ടെങ്കിൽ കുളിക്കാൻ തന്നെ വേണം. ഞാൻ ഇവിടെ കേറുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? അമ്മേ, ഇനിയിപ്പോ എന്റെ പേരിൽ വാശിയും വഴക്കൊന്നും വേണ്ട. മേഡത്തിന് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്തോട്ടെ. നീ ആരാ അതൊക്കെ പറയാനായിട്ട്? ഈ വീട്ടിലെ കാരണത്തി ആരടി? അമ്മ. അപ്പൊ അമ്മ പറയുന്നത് കേട്ടാ മതി. അതെ, ഞാൻ എപ്പോ കുളിക്കണം വേണം തീരുമാനിക്കുന്ന ഇവരാണോ? അല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല രാവിലെ കുളിക്കാൻ. ഞാൻ ഇവിടെ കേറുന്നില്ല, പ്രശ്നം തീർന്നില്ല നിങ്ങളുടെ. അല്ലേ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. എന്റെ അമ്മേ, ഇപ്പൊ തൽക്കാലം ഇത് വിട്ടുകളാ. വഴക്കുണ്ടാക്കാനാണെങ്കിലേ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. അത് മാത്രല്ല, അമ്മക്ക് ഞങ്ങളോടൊന്നും വഴക്കുണ്ടാക്കുന്ന പോരാഞ്ഞിട്ടാണോ? ഷാഹിന എന്റെ വാലിരിക്കുന്നൊന്നും കേക്കരുത് നീ കേട്ടോ. അമ്മ വേണമെങ്കിലേ എന്നോട് വഴക്കുണ്ടാക്കിക്കോ, പക്ഷെ ഒരു മിനിറ്റേ. മാഡം, ഇതാ ചായ. ഞാൻ ചായ ഒന്നും കുടിക്കത്തില്ലെന്ന് നിനക്ക് അറിയത്തില്ലേ? അയ്യോ, ഇത് മാഡത്തിനല്ല, പങ്ക്യാമനാ. കൊണ്ടുപോയി കൊടുക്ക. പങ്ക്യാമൻ ഇതിനു മുമ്പ് എങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നത്? എണീക്കും, ഇവിടെ വരും, ചായ കുടിക്കും. അപ്പൊ ഇന്നെന്താ പ്രത്യേകത? ഇന്ന് പങ്ക്യാമന്റെ ഭാര്യ ഉണ്ടല്ലോ, കൊടുക്ക്. അതെ, രാവിലെ കുളിച്ച് സെറ്റ് സാരി കൊടുത്ത് നെറ്റി കുറിയും തൊട്ട് ഇതുപോലെ ചായക്കപ്പ് കൊണ്ട് ഭർത്താവിന് മുന്നിൽ കൊണ്ട് കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. ഓരോ ആചാരങ്ങളുമായിട്ട് വന്നേക്കുന്നു. അമ്മ എന്താന്നും പറയാഞ്ഞേ? പേടിച്ചു പോയല്ലേ? അതെ, ഞങ്ങള് ബാക്കി 3 മരുമക്കള് പോലല്ല കേട്ടോ, ഇത് വേറെ ഇനം. എന്തെങ്കിലും തിരിച്ചു പറയാൻ പോയാലേ പോസ്റ്റർ ആക്കി കളയും. ഇവിടെ പോസ്റ്റർ ആക്കാൻ ഇങ്ങോട്ട് വരട്ടെ, അഹങ്കാരി. എന്താ നോക്കി നിൽക്കുന്നത്? ഫുഡുണ്ടാക്കാം. ഉണ്ടാക്കോ? പഴയ ഓരോ സ്റ്റൈലുകള്. ഇതാരാന്ന് മനസ്സിലായ? ഇതാ പുണ്ണി. അയ്യോ, അല്ലേ? പെട്ടെന്ന് മനസ്സിലായല്ലോ. ഫോട്ടോയിൽ കണ്ണടച്ച് നിൽക്കുന്ന കണ്ടില്ലേ? എല്ലാ ഫോട്ടോയിലും ഇങ്ങനൊക്കെ തന്നെ. ഇതാരാന്ന് മനസ്സിലായ? ഇതൊരു സിനിമ നടനല്ലേ? അളിയനാത്, നാടകത്തിലെ ഫോട്ടോ അത്. എന്ത് ഭംഗിയാ കാണാൻ.
വേറെ അതല്ല ചേച്ചി ചാടി പോയി. ആഹാ രണ്ടുകൂടെ പഴയ ആൽബം ഇരുന്ന് കാണുകയാണോ? അതെ ബൽരാമേട്ടാ, ഇത് ബൽരാമേട്ടനാണെന്നാ പറഞ്ഞേ. ഇതോ? അയ്യോ ഇത് ഞാൻ തന്നെ. താണ്ട എന്റെ ഈ കറുത്ത പുള്ളിയുണ്ടോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അയ്യോ. പിന്നെ രണ്ടുപേരുടെ ഈ ആൽബം കണ്ടതിന് ശേഷം ഞാൻ പണ്ട് നാടകത്തിന് മേടിച്ച കുറെ ഫോട്ടോസ് ആൽബത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അയ്യോ എന്തോടാ അയ്യോ എന്ന്? അല്ല അത് ഈ സാറാമ്മയ്ക്ക് ഒഴിവുള്ളപ്പോ അളിയൻ കാണിച്ചു തരും. എടാ അതല്ലടാ, എന്റെ കഥാപാത്രങ്ങളിലൂടെ സാറാമ്മയ്ക്ക് ഒരു യാത്ര ചെയ്യാൻ അവസരം ഉണ്ടാവുമല്ലോ. അതെ അതെ അത് ഞാൻ ഈ ഒരുപാട് അതിലൂടെ യാത്ര ചെയ്തുകൊണ്ടേ പോയോടത്തേക്ക് പിന്നെയും പോകാനുള്ളൊരു താല്പര്യം എനിക്കില്ല. സാറാമ്മയ്ക്ക് ഒഴിവുള്ളപ്പോ അളിയനും സാറാമ്മയും കൂടി യാത്ര ചെയ്തോ. ഇതാരാ? ഇത് അപ്പച്ചി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയതുകൊണ്ട് നല്ല നിറാന്ന്. എംജിആർ മാമ. എംജിആർ മാമ അതാര്? അത് തമിഴിൽ അവൾ എന്നെ അങ്ങനെ വിളിക്കണേ. എന്നെ വിളിക്കുന്ന പ്രഭുദേവ എന്നാ. തന്നെ. അല്ല ഇപ്പൊ എവിടെ പോണു? രുക്മിണി ഇവിടെ നിന്ന് പോവാണ്. അല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ പോരാ മോളെ? எதுக்கு மாமா? எனக்கு ஊருக்கு போகணும். முறுக்கு சுத்துற வேலை நிறைய இருக்கு. இங்க ஓட்டத்தொட்டில தண்ணி ஏத்திட்டு என்ன பிரயோஜനം? എന്താ കുട്ടി പറയണ ഉത്തമ? ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിയിട്ടേ ഒരു ഗുണം ഉണ്ടായില്ല എന്ന്. എന്താണ് പങ്കു, ഈ കിണറ്റിലൊരു നല്ല തൊട്ടി വാങ്ങിച്ചിട്ടൂടെ? ഓട്ടത്തൊട്ടി ആയതുകൊണ്ടല്ലേ ആ കൊച്ചു പണങ്ങി പോകുന്നത് അല്ലേ കുട്ടി? എന്റെ പൊന്നോ, എന്തോ വലിയ വിദ്യാഭ്യാസമുള്ള ആളാന്നാ പറഞ്ഞു കേട്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കുടുംബത്തിൽ വന്ന് കയറി എല്ലാം ഇങ്ങനെ ആയി പോവും. என் மனநிலைமையை பத்தி சொன்னா உங்களுக்கு யாருக்கு புரியாது. ஐயோ எனக்கு தமிழ் தெரியாதுல்ல, மன்னிச்சிடுங்க. எம்ஜிஆர் மாமா நான் போறேன். மாமா நான் போறேன் மாமா. நான் போனாலே என் வாழ்க்கையில உங்களை ஒரு நாளும் மறக்க மாட்டேன். ഞാനും നിന്നെ മറക്കില്ല റുക്കു. അമ്മാ അധികം സെന്റിമെന്റ്സ് വേണ്ട. ഈ സെന്റിമെന്റ്സ് കൂടിക്കഴിഞ്ഞാലേ രുക്കുവിന്റെ ഒപ്പം ഇവിടെ ആരൊക്കെ ഇറങ്ങും നമുക്ക് പറയാൻ പറ്റില്ല. വാ മാമാ പോവാം. നിങ്ങളും പോകണ്ടോ? ഞങ്ങളും പോവാണ് ബസ് സ്റ്റാൻഡ് വരെ. അവളെ കയറ്റിവിട്ട് തിരിച്ചു വരും. നടക്ക്. വാ പോയിട്ട് വരேன். ശരി ഉടമ്പ് പത്രമാ പാത്തുക്കോங்க. ഇപ്പൊ ഇറങ്ങേണ്ട ഒരു 12 മണിയാകുമ്പോ തരുമല്ലോ നീ. നന്ദിനിയാണല്ലോ കരയണേ. കുമാരിയെ നീ ആ നന്ദിനെ പോയി നോക്കി എന്തിനാ കരയണെന്ന്? ചിലപ്പോ കാടി തീർന്നുണ്ടോ? അതാ ആ നിർത്തിയല്ലോ. അപ്പൻ എന്നെ കാണാൻട്ടാ. നീ എന്തെങ്കിലും ചിന്തിച്ചിരിക്കണ കുറെ നേരമായല്ലോ. നീ എന്തെങ്കിലും ചിന്തിച്ചിരിക്കണേന്ന്? ഞാൻ ആ രുക്കുവിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ രുക്കുന്? അല്ല കല്യാണ മോഹമായിട്ട് വന്നിട്ടേ വെറും കൈയോടെ തിരിച്ചു പോണ്ടി വന്നില്ലേ? വെറും കൈയോടെ അല്ലല്ലോ, അവള് പോകുമ്പോ അവളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടല്ലോ. എന്റെ അപ്പുണ്ണിയുടെ അതല്ല, പരാജയപ്പെട്ട് തിരിച്ചു പോണ്ടി വന്നില്ലേന്ന്. തലനേരൊക്കെ ആ കുട്ടി അമ്മാവനെ രക്ഷപ്പെട്ട് അങ്ങനെ ആ കുട്ടി അമ്മാവനെ കല്യാണം കഴിക്കാൻ നന്നായതാ. ഇതെന്തപ്പ ഇങ്ങനെ പറയണേ? ആ പുണ്ണിയുടെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത്. ആ പുണ്ണിയുടെ നേരത്തെ ഒക്കെ പറയണത് പങ്കിയാമൻ നല്ലതാണ്, പങ്കിയാമനെ കിട്ടുന്നവരെ ഭാഗ്യാണെന്നൊക്കെ അല്ലേ? ആ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കണക്കിന് അമ്മാവൻ ആ കുട്ടിയെ കെട്ടാൻ നന്നായതാ. അതെ, ഞാൻ ആ കുട്ടിയെ ഒന്ന് നിരീക്ഷിച്ചിരുന്നു. അത് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു കുട്ടിയല്ല അതന്നെ. ആ പുണ്ണിയുടെ എന്തിനാ ആ കുട്ടിയെ നിരീക്ഷിക്കാൻ പോയത്? എന്താ എന്തിനപ്പാ കുട്ടിയെ നിരീക്ഷിക്കാൻ പോയതെന്ന്? അമ്മാവനെ കെട്ടണമെന്ന് ആഗ്രഹം പറഞ്ഞു വന്ന കുട്ടിയല്ല. ആ കുട്ടിയെ നിരീക്ഷിക്കണേ എന്താ കുഴപ്പം? കണ്ണി കണ്ട പെണ്ണുങ്ങളെയൊക്കെ നോക്കി നടക്കാൻ എനിക്ക് ദേഷ്യം വരട്ടെ. ആ പുണ്ണിയേട്ടാ എനിക്ക് മനസ്സിലാവണുണ്ട്. എന്ത് മനസ്സിലാവണു? എന്തിനാ ആ കുട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ പോയത്? അതെ, അമ്മാവനെ കെട്ടാൻ വന്ന കുട്ടിയാ. അപ്പൊ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നമ്മൾ അറിയണ്ടേ? എന്നിട്ട് ഇപ്പൊ എന്താ കണ്ടുപിടിച്ചത്? ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അവള് പോയില്ലേ. പോവാടുന്ന് ഒരു കണ്ടുപിടുത്തക്കാരൻ. പുണ്യേട്ടാ ഇങ്ങോട്ട് വന്ന. ഇല്ല ഞാൻ വരില്ല. ഇങ്ങോട്ട് വാ. എന്താണ്? ഒരു സ്വകാര്യം പറയാനാ. എന്തേ? ഇനി കണ്ട പെണ്ണുങ്ങളെ നിരീക്ഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഇന്റെ സ്വഭാവം മാറും. ഞാൻ നിരീക്ഷിക്കാനൊന്നുമില്ല. വേണ്ട അതന്നെ പറഞ്ഞേ. അല്ലെങ്കിൽ ഞാൻ നിരീക്ഷിച്ചത് എന്താ? അങ്ങോട്ട് പ്ലേറ്റ് മറിഞ്ഞല്ലോ. അതെ, നിങ്ങൾ കുടുംബരഹസ്യം എല്ലാം പറയും.
പറയുവാണോ? ആണെങ്കി ഞാൻ പോയിട്ട് പിന്നെ വരാന്ന്. എന്നിട്ട് കേറി വാ. എന്തേ? അതെ, ഞാൻ അപ്പുണ്ണേനോട് ഒരു കാര്യം പറയാൻ വന്നാ. എന്തേ? അതെ അപ്പുണ്ണേട്ടാ, നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ എടുക്കുന്ന പാലിനൊരു അളവില്ലേ, അതൊന്ന് കൂട്ടണം. എന്റെ നീ നാളെ മുതൽ പാൽ കുടിക്കാൻ പോകണ്ടോ? അയ്യോ എനിക്കല്ല, സാറാമ്മ മേഡത്തിനാ. മേഡമേ ഓട്സ് ഒക്കെയാ കൂടുതൽ കഴിക്കാറ്, മറ്റ് ഭക്ഷണങ്ങൾ അധികം കഴിക്കാറില്ല. രാത്രിയിലാണെങ്കിൽ ഒരു ഗ്ലാസ് പാലാ കുടിക്കാറ്, അതുകൊണ്ടാ. ആ പാലൊക്കെ ഞാൻ തരാം, പക്ഷെ പാലിന്റെ പൈസ ഞാൻ അമ്മാവന്റെ പേരിൽ എഴുതി വെക്കും. അപ്പുണ്ണേട്ടാ, പങ്കിയാമ്മന്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഭാര്യക്ക് വരുമാനം ഉണ്ടല്ലോ, ഞാൻ അമ്മായിന്റെ അടുത്ത് വെച്ചോളാം. അത് ഈ പൈസ മാത്രമല്ല, ഇതിനു മുമ്പ് അമ്മാവന്റെ അടുത്ത് കടം മേടിച്ച പൈസ മുഴുവൻ ഞാൻ ചോദിക്കും. അപ്പുണ്ണേട്ടാ, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ദേ അത് മാത്രല്ല, കെട്ടിക്കേറി വന്ന പെണ്ണിനോട് ഭർത്താവ് തരാനുള്ള പൈസ ചോദിക്കുന്നതൊക്കെ മോശാ. അതൊക്കെ പണ്ട് ഈ ബാലങ്കേതായാലും ജോസ് പ്രകാശും ഒക്കെ ചെയ്യുന്ന പരിപാടിയാ. അപ്പുണ്ണേട്ടൻ വെറുതെ വില്ലനാവല്ലേ? അത് ശരി, ആവശ്യത്തിന് കാശ് കടം കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വില്ലനാവേ. ഈ സമൂഹം അങ്ങനെയാണ് അപ്പുണ്ണേട്ടാ. എന്തായാലും പുതുമോടി ഒന്ന് കഴിയട്ടെ, അപ്പൊ ഞാൻ ചോദിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ പറഞ്ഞത് മറക്കല്ലേ. ചെല്ല്. ആ കുമാരി, ഞാൻ നന്ദിനി രമണിനെ അയച്ചുകൊണ്ടിട്ട് മഴ പെയ്യുന്നുണ്ട്.